സ്വാഗതം. ഇന്നൊരു പുതിയൊരു ഒരു സെഗ്മെൻറ്റ് നമ്മൾ ന്യൂവേജിൻ്റെ പോർട്ടലിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് നമുക്ക് വളരെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് കൂടുതൽ അറിയപ്പെടുന്ന കൂടുതൽ ആളുകൾ എത്തേണ്ട ചില വ്യക്തികളെ, അതായത് പ്രത്യേകിച്ചും ആരോഗ്യ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിനെ പരിചയപ്പെടുന്ന ഒരു കോളമാണത്. ഇന്ന് ആദ്യ എപ്പിസോഡിൽ എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള. ഞാനൊരു മുഖവരയിൽ ഒതുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്നെ പേഴ്സണലി എൻ്റെ ഒരു ഡോക്ടറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ ഇൻ്റർവ്യൂ ഞാൻ സ്വയം ഏറ്റെടുത്ത് ചെയ്യുക ചെയ്യുന്നത്. കാരണം വെച്ചാൽ എനിക്ക് അത്രയും കൂടുതൽ സംസാരിക്കാനുണ്ട് ഡോക്ടറോട്. എന്താണ് ഇത് ഡോക്ടർ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്ത ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അല്ല, ഇവിടെ ഓൾറെഡി ഉള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ പോലും ഇവിടെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടറാണ്, ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ളയാണ്. ആ ഡോക്ടർ ക്ലിനിക്കിൻ്റെ പേര് ഹൃദയ കെയർ എന്നാണ്. ആലുവ ദേശത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് വരാം. ഞാൻ അതിന് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് വെച്ചാൽ, ഞാനൊരു 10 കൊല്ലം മുമ്പാണ് ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നതും ഈ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യുന്നത്. ഈ 10 കൊല്ലത്തിന് ശേഷം ഞങ്ങളെല്ലാ ഓണക്കാലത്തും ഇവിടെ ഒരു ദിവസം എല്ലാവരും ഡോക്ടറുടെ പേഷ്യൻസ് എല്ലാം കുടുംബത്തോടൊപ്പം വന്ന് ഇടപെടുന്ന ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. ഞങ്ങൾ ഒരു ലഞ്ച് പ്ലസ് ഒരു കൂട്ടായ്മയുണ്ട്, പാട്ടും സംഗീതമൊക്കെ ആയിട്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ഡേ ആയിരിക്കും അത് ഞങ്ങളെ സംബന്ധിച്ച്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ സ്റ്റിൽസ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്യാം. കാരണം വെച്ചാൽ ഓരോ ഹോസ്പിറ്റലിലേക്കും ഓരോ പേഷ്യൻസും അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്തൊരു ഡോക്ടറെ അടുത്ത് വരുമ്പോൾ മിക്കതും ആ പേഷ്യൻസ് കുറച്ച് ഗൗരവത്തോടെയോ അല്ലെങ്കിൽ വിഷമത്തോടെയോ ആയിരിക്കും വരുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ്. ഡോക്ടറെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, ഒന്ന് അടുത്തിടപഴകി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന അവർ ചിരിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഈ ചിരിയാണ് ഡോക്ടറെ വിജയം. ഡോക്ടറെ ഇതിലേക്ക് സ്വാഗതം, ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഔപചാരികത ഒന്നുമില്ലാതെ ഞാൻ തുടങ്ങാം. എന്താണ് ഇതിനൊരു മനഃശാസ്ത്രം? ഞാൻ ഡോക്ടറെ ആ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് വരാം. അതിന് മുമ്പ് ഇത്രയും വരുന്ന പേഷ്യൻസിനെ, അല്ലെങ്കിൽ ഒരു രോഗികളായിട്ടായിരിക്കും മിക്ക ആൾക്കാരും വരുന്നത്, പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇത്രയും സന്തോഷത്തോടെ ചിരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടറെ വിട്ടുപോകാതിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ വരുന്ന പേഷ്യൻസിനെ പേടിപ്പിക്കാറില്ല. സത്യം. പല സ്ഥലത്തും ചെയ്യുന്ന പോലെ ഈ ഓർഗൻ പോയി, ആ ഓർഗൻ പോയി, മറ്റത് പോയി, മറിച്ചത് പോയി എന്നൊക്കെ പറഞ്ഞ് ഇനി രക്ഷയില്ല എന്നുള്ള കണ്ടീഷനിലേക്ക് ഞാൻ എത്തിക്കാറില്ല ഒരിക്കലും. ആണെങ്കിൽ തന്നെ അതിൽ എന്തൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നുള്ള കാര്യങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് അതിനാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു കിഡ്നി ഫെയിലിയറായ മറ്റുണ്ട്, പേടിക്കണ്ട, അത് നമ്മൾ ടേക്ക് ഓവർ ചെയ്തോളും. ആ വിധത്തിലാണ് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ. ഇപ്പോൾ മെയിൻലി ഹാർട്ടിൻ്റെയും സ്ട്രോക്ക് വന്ന പേഷ്യൻസിൻ്റെയാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് സർക്കുലേഷൻ പ്രോബ്ലമുള്ള ഓർഗൻസിൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ കുറേ കൊളാറ്ററൽസ് ഫോം ചെയ്യും. അത് ആൻജിയോജനസിസ്, അതായത് മുളച്ചു വരും ബ്രാഞ്ചസ്. ഉള്ള ബ്രാഞ്ചസ് വലുതാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് അത് എല്ലാ ഓർഗൻസിലും. ഹാർട്ടിന് മാത്രമല്ല, പക്ഷേ മെയിൻലി ഹാർട്ടിൻ്റെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ സ്ട്രോക്കിന് വന്നിട്ട് ചെയ്തിട്ട് ശരിയായിട്ട് പോയിട്ടുണ്ട് കുറേ പേര്. മാത്രമായിട്ട് വന്ന് രണ്ടും കൂടിയുള്ളവർക്ക് രണ്ടിലും പ്രയോജനം കിട്ടും. ഒന്നും ചെക്ക് ചെയ്യാതെ വന്ന് ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ, ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അല്ലാതെ രോഗമായിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ താങ്ങാൻ ഒരു ശക്തി വേണമല്ലോ ബോഡിക്ക്. അപ്പോൾ അതില്ലാത്തവരുണ്ട്. ഇപ്പോൾ കുറേ വേറെ അസുഖങ്ങളുള്ളവർക്ക്, ഇപ്പോൾ കിഡ്നി ഫെയിലിയർ, ലങ്സിന് പ്രോബ്ലം, ലിവർ സിറോസിസ് പകുതി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയുള്ളവരൊക്കെ ഈ ഓപ്പറേഷൻ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ബോഡി താങ്ങില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരണമല്ലോ. ഓപ്പറേഷൻ ബൈപ്പാസ് സർജറി ചെയ്യാൻ വിഷമമൊന്നുമില്ല, അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിലേക്ക് വരുന്നത് ഡോക്ടർ ഒരു 10,000-ൽ അധികം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ഈ ഒരു ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ് നമുക്ക് വരാം. ഈ ഒരു പ്രത്യേക ട്രീറ്റ്മെന്റിലേക്ക് ഡോക്ടർ വരുന്നത് എന്തുകൊണ്ടാണ്? അത്തരം സർജറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണിലേക്ക്, ഒരു ട്രീറ്റ്മെന്റ് പാറ്റേണിലേക്ക് അന്ന് ആ കാലത്ത് ഇവിടെ ഒരു പക്ഷേ ഡോക്ടർ തുടങ്ങിയ സമയത്ത് ആർക്കും ഇതിനെപ്പറ്റി ഒരു അറിവില്ല എന്നുള്ളത് തോന്നുന്നുണ്ട്. കാരണം നെറ്റിൽ പോലും വളരെ കുറച്ച് ഇപ്പോഴാണ് കൂടുതൽ ഇതിനെ പറ്റിയുള്ള അവൈലബിൾ ആയിട്ടുള്ള മാറ്റർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ ഒരു ECP എന്നൊരു ട്രീറ്റ്മെന്റ് മെത്തേഡിലേക്ക് വരാൻ കാരണം അല്ല, ഒന്നാമത്തത് ഈ കാർഡിയക് സർജറി, അതായത് ബൈപ്പാസ് സർജറി, കൊറോണറി ആർട്ടറി സർജറിക്കുള്ള സർജറി തുടങ്ങിയത് 80s ലോകത്തിൽ. ഞാൻ USSRൽ നിന്ന്
PhD ഇൻ കാർഡിയോവാസ്കുലർ സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേറെ സ്ഥലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് മാത്രമായിരുന്നു ബൈപ്പാസ് സർജറി ചെയ്യുന്ന ഏക ഹോസ്പിറ്റൽ കേരളത്തിൽ. ശ്രീ ചിത്രയിലോ 1-2 ഓപ്പറേഷൻ ചെയ്യാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബൈപ്പാസ് സർജറി മെയിനായിട്ട് ചെയ്തിരുന്ന ഞങ്ങൾ തുടങ്ങിയ ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റൽ ആണ് കേരളത്തിൽ. അപ്പോൾ ബാക്കിയുള്ളവർ മുഴുവൻ മദ്രാസിലേക്കാണ് പോയിരുന്നത്. അടുത്തുള്ള KM ചെറിയാൻ അങ്ങനെ മദ്രാസ് മെഡിക്കൽ മിഷൻ അങ്ങനെയുള്ള ഇവിടെ ഇല്ല. ഈ മെഡിക്കൽ കോളേജുകളിൽ ഒന്നിലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. കാത്ത് ലാബ് ഇല്ലാണ്ട് ആൻജിയോഗ്രാം ചെയ്യേണ്ട, എവിടേക്കാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ 94 to 98 ഉത്രാടം തിരുനാൾ SUT ഇതിൽ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അമൃത ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് 98-ലാണ്. അപ്പോൾ ഇവിടേക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു. എൻ്റെ വീട് തൃപ്പൂണിത്തുറ ആയതുകൊണ്ട് മെയിൻലി പിന്നെ അതൊരു വലിയ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ അവിടെ കുറേ കൂടിയും എക്സ്പോഷറും കുറേ കൂടിയും വർക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടല്ലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ ഇവിടെ 4 സ്പെഷ്യലിസ്റ്റ് 2 കൺസൾട്ടൻസ് കൂടിയിട്ടാണ് കാർഡിയക് സർജറി വിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ ഡെയിലി 15 ഓപ്പറേഷനാണ് ചെയ്തിരുന്നത് എല്ലാ ദിവസവും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആലോചിക്കുമ്പോൾ. തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു, 3-4 തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. 20 അനസ്തറ്റിസ്റ്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, 20 കാർഡിയോളജിസ്റ്റ്. അപ്പോൾ 15 ബെഡേ ഉള്ളൂ ICUവിൽ. അപ്പോൾ അതുകൊണ്ടാണ് 15. അപ്പോൾ ഞങ്ങൾ കൂടെ ഇരുന്ന് ആലോചിച്ചിട്ട് അന്ന് ഫ്രീ ആയിരുന്നു അമൃത ഹോസ്പിറ്റൽ. എല്ലാവർക്കും സർവീസ് പോലെ ആയിരുന്നു, മുഴുവൻ 100% ഫ്രീ ആയിരുന്നു. ഇൻകം നോക്കിയിട്ടല്ല, അവർ വന്നാലും ഫ്രീ. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ഡോക്ടർ പ്രേം നായരോട് ചോദിച്ചു എത്ര എണ്ണം ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പ്രേം പറഞ്ഞു എത്ര വേണമെങ്കിൽ ചെയ്തോളൂ, റിസൾട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ ആർക്കൊക്കെ കിട്ടണമോ കൊണ്ടുപോട്ടെ എന്ന് ഉള്ള വിധത്തിലാണ് ഞങ്ങൾ ആ നമ്പർ കൂട്ടിയത്. അതിന് പണി കിട്ടുകയും ചെയ്തു. എന്താ വെച്ചാൽ ഈ 15 എണ്ണം ഡെയിലി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളോട് നിൽക്കണം ഫുൾ ടൈം. പിന്നെ രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ തന്നെ കൊണ്ടുപോയി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി നോക്കേണ്ടി വരും. അപ്പോൾ ഈ 4 പേരിൽ ഒരാൾ അവിടെ കിടക്കണം ഒരു ദിവസം. ഇന്ന് വന്നിട്ട് നാളെയൊക്കെ പോവുക. അങ്ങനത്തെ ഒരു കാലം, അങ്ങനത്തെ ഒരു കാലം അല്ല. അത് റിലേറ്റഡ് ഒന്നുമല്ല. പേ നമുക്ക് ഫിക്സഡ് പേ ആണ്. എത്ര എണ്ണം ചെയ്താലും 1 ചെയ്താലും 15 ചെയ്താലും ഒക്കെ സെയിം ആണ്. പക്ഷേ നമ്മൾ വിചാരിച്ചു അവർ ചാരിറ്റിയാണ്, നമ്മളും ചെയ്തേക്കാം, നമ്മളെ കൊണ്ടാവുന്നു, പൈസ കൊണ്ട് പറ്റില്ലെങ്കിലും. അപ്പം അങ്ങനെ അമൃത സ്റ്റാർട്ട് ചെയ്ത് അതുകൊണ്ട് അതിൽ മോർട്ടാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല, നല്ല സെറ്റപ്പായിരുന്നു. അങ്ങനെ പോയി കുറേ. അത് കഴിഞ്ഞിട്ട് ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഈ കൊറോണറി ആർട്ടറി ഡിസീസസ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടുതലായി. ഒന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി, മുമ്പും ഉണ്ടായിരുന്നിരിക്കാം, കണ്ടെത്തിയിരുന്നില്ല ആൾക്കാർ. അത് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ചെക്കിങ് കൂടിയപ്പോൾ കൂടുതൽ ആൾക്കാർ രോഗികളാണെന്ന് മനസ്സിലായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റെൻഡിങ്, ആൻജിയോപ്ലാസ്റ്റി ആൻഡ് സ്റ്റെൻഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വിചാരിച്ചു ഓപ്പറേഷൻ ഇല്ലാണ്ട് പറ്റുമല്ലോ. അപ്പോൾ സ്റ്റെൻഡ് ഇട്ട പിറ്റേ ദിവസം അല്ലെങ്കിൽ എൻ്റെ പിറ്റേ ദിവസം വീട്ടിൽ പോകാം, മുറിവില്ല, പിന്നെ ഇവിടെയൊക്കെ വെട്ടിപ്പൊളിച്ച് മാന്തിപ്പറിച്ചെന്നൊക്കെ ആൾക്കാർ പറയും. അങ്ങനെയൊന്നല്ല ചെയ്യണം, എങ്കിലും അങ്ങനെയായിരിക്കും ചിന്ത ആൾക്കാരുടെ. അയ്യോ ഇനി എന്താ, ഇനി രക്ഷയില്ല, ചെയ്ത് കഴിഞ്ഞാൽ പോയി എന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്. മറ്റാകുമ്പോൾ കാണാണ്ടല്ലോ, മുറിക്കാണ്ടാണല്ലോ, കാത്തറ്റർ കയറ്റിയിട്ടാണ്, ഇൻവേസീവ് തന്നെയാണ്. ചെറിയൊരു മുറിവല്ലേ ഉണ്ടാവും. അത് ചെറിയല്ലേ ഉള്ളൂ, കൈ കൂടെ കാലി കൂടെ. ആദ്യം കാലി കൂടെ ആയിരുന്നു, അതിന് കൈ കൂടെ ആയപ്പോൾ കുറച്ചും കൂടി ഈസി. അപ്പം അങ്ങനെ അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് 2 എണ്ണമായി, 2 ഓപ്ഷനായി. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ഇൻ്റർവെൻഷൻസ് കൂടിയപ്പോൾ ബൈപ്പാസ് സർജറിയും സ്റ്റെൻഡിങ്ങും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങുക. കൂടുതൽ ചെയ്യുന്നതോറാണ് കൂടുതൽ അറിവ് വരിക. അങ്ങനെ കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തിട്ട് ശരിയാകാത്തവരുണ്ട്, കുറച്ച് കൊല്ലം കഴിയുമ്പോൾ തടഞ്ഞു. നമ്മൾ ഇത് രണ്ടും താൽക്കാലിക ശമനത്തിനുള്ള സൊല്യൂഷനാണത്. അല്ലാതെ രോഗം മാറ്റുന്ന ട്രീറ്റ്മെൻ്റ് അല്ല. ആ രോഗത്തിനെ കൺട്രോൾ ചെയ്ത് സ്പീഡ് കുറയ്ക്കാൻ പറ്റുന്നല്ലാണ്ട് മാറുന്നില്ല എന്താ രോഗം എന്നുള്ളത്. വട്ടവർ ഈ അടയാൻ വരുന്ന കാരണങ്ങൾ, പല കാരണങ്ങളുണ്ട്. റിസ്ക് ഫാക്ടേഴ്സ്, അമിതവണ്ണം, സ്മോക്കിംഗ്, സ്ട്രെസ്, ഫാമിലി ഹിസ്റ്ററി, ഹൈ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്, പല റീസൺസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ രോഗങ്ങൾ വരാം എന്നാണ്, വന്നോളണമെന്നില്ല. ഇതൊന്നും ഇല്ലാത്തവർക്ക് വരണമുണ്ട്. അപ്പം അത്രയ്ക്കുള്ളൂ അറിവ് നമുക്ക് എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറയാനുള്ളത്. പക്ഷേ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്നൊരു ഹാർട്ടിൻ്റെ അടഞ്ഞു പോയാൽ അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. അത് എവിടെയാണോ സംഭവിക്കുന്നതെന്നനുസരിച്ചിരിക്കും അത് ഭീകരമാണോ അതോ ഹോസ്പിറ്റലിൽ എത്തി രക്ഷപ്പെടാൻ പറ്റുമോ. ചിലർ ഹോസ്പിറ്റലിൽ എത്താതെ തന്നെ മരിച്ചു. അപ്പോൾ എന്നുവെച്ചാൽ ആ പൊസിഷൻ്റെ
അനുസരിച്ചിട്ട് എവിടെയാണ് ബ്ലോക്ക് വരുന്നത്. ഒരു ഏരിയ മൊത്തം അവിടെ കിട്ടാണ്ട് വന്ന് ഞാൻ അപ്പം തന്നെ മരിച്ചു. ഡോർ വരെ എത്തില്ല. നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം കുഴഞ്ഞു വീണ് മരിച്ചതെന്ന് വെച്ചാൽ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി അടഞ്ഞു പോയി ഉണ്ടാവും എന്നാണ് എൻ്റെ നിഗമനം. എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഞാൻ ബ്ലോക്ക് ഉണ്ട്, ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ചെയ്തുവിടെ എന്നൊക്കെ. പക്ഷെ വേണ്ട, അത്രയും മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ നമ്പർ ഓഫ് ഇൻവേഷൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് കൂടി വരുമ്പോഴാണ് അതിൻ്റെ പറ്റാതെ വരുന്നവരോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാത്ത ആൾക്കാരോ 10 കൊല്ലം കഴിഞ്ഞിട്ടോ 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഇത് അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ രോഗം വരാം അതിലും. അങ്ങനെ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് വരും. ഹെൽത്ത് മോശമായവർ ഈ എല്ലായിടത്തും കുറേ ഓപ്പറേഷനൊക്കെ ചെയ്ത് ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റും ഒക്കെ ഇട്ട ആൾക്കാർക്ക് വേറെ സ്ഥലമൊന്നുമില്ല ഓപ്പറേഷൻ ചെയ്യാൻ. അടുത്ത് കളയാന്ന് പറയുന്നത് ഭീകര പരിപാടിയാണ് സ്റ്റെൻറ്റ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ സൈസ് ചെറുതായിരിക്കും. നമ്മൾ ഈ ഓവർ ദ പീരീഡ് ഓഫ് സർജറി എക്സ്പീരിയൻസ് വളരെ ചെറിയ 1 മില്ലിമീറ്ററിലും ചെറിയ ആർട്ടറിയിലൊക്കെ ചെയ്യാനൊക്കെ പറ്റും. മൈക്രോ സർജറി ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അത് അടഞ്ഞു പോകും. പിന്നെ വെറുതെ ഓപ്പറേഷൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കുരുത്തക്കേടും കൂടി അനുഭവിക്കണം പേഷ്യൻസ്, അല്ലാതെ തന്നെ വിഷമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഓപ്പറേഷൻ പറ്റാത്ത പേഷ്യൻസ് വരാൻ തുടങ്ങി എൻ്റെ അടുത്തേക്ക്. സാറ് ചെയ്തൊക്കെ ശരിയാവുന്നു. ഞാൻ ചെയ്തങ്ങനെ ശരിയാവണേ, ചെയ്യാൻ പറ്റണ്ടേ. അങ്ങനത്തെ വരുമ്പോൾ നമ്മളൊരു ഡെസ്പറേറ്റ് കണ്ടീഷനിലേക്ക് പോകും. നമുക്ക് പറ്റില്ല, എന്നാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സർജറി മോശമല്ല. റഫ്ലി സ്പീക്കിംഗ് അറൗണ്ട് 1% ഒക്കെയാണ് മോർട്ടാലിറ്റി, മരിച്ചു പോണത്. അതും യൂഷ്വലി വേറെ വല്ല രോഗത്തിൽ നിന്നൊക്കെയാണ്. കോമ്പിനേഷനല്ല മനുഷ്യൻ. ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല മരിക്കുന്നത്. വേറെ ഓർഗൻ തകരാറാവുക അല്ലെങ്കിൽ മൾട്ടി ഓർഗൻ ഫെയിലർ അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഈ മരിക്കുന്നവരുണ്ട്. അത് 1%-1.5% ഉള്ളൂ ലോകത്തിൽ. അമൃതയിൽ വർക്ക് ചെയ്യുമ്പോഴും അത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മളായിരുന്നു ബെസ്റ്റ് റിസൾട്ട്സും മോസ്റ്റ് നമ്പേഴ്സ് ഇൻ ഇന്ത്യ. എസ്കോട്ട്സ് ഞങ്ങൾ കഴിഞ്ഞാൽ എസ്കോട്ട്സ് പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. അല്ലല്ല, ഏറ്റവും കൂടുതൽ സർജറി ചെയ്തിട്ടുള്ളത്. ഡെയിലി 15 വെച്ചിട്ട് 2400-500 ആയിട്ടാണ് ഇയർലി ചെയ്തിട്ടുള്ളത് ഓരോ വർഷം. അത് ഏറ്റവും കൂടുതൽ ചെയ്യണത് എസ്കോട്ട്സ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ഇപ്പോൾ ഒരു മേധാന്തിയായി മറ്റേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ സയൻസസ്. അതെ, ഇത്രയും സർജറി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ആ സർജറിന്ന് ഇപ്പോഴും വിട്ടിട്ടില്ല. അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പോഴും പറയാറുണ്ട് സർജറി വേണ്ട കേസുകൾ സർജറി തന്നെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. പലപ്പോഴും ഞാൻ കണ്ട ഒരു പ്ലസ് പോയിന്റ് അതാണ്. സർജറി ചെയ്യേണ്ടതാണ് എന്ന് പൂർണ്ണ ബോധ്യം സർജറിക്ക് തന്നെ വിട്ടുകൊടുക്കും. തീർച്ചയായിട്ടും. ദെൻ എന്തുകൊണ്ട് സർജറിക്കും ഇതിനും രണ്ട് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണല്ലോ ബേസിക്കലി. കാരണം സർജറി കുറച്ചും കൂടി പറഞ്ഞ രീതിയിൽ പേഷ്യൻസിനെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ്. മാത്രമല്ല അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനത്തെ സെറ്റപ്പ് ഇല്ലാത്ത സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബാക്കപ്പ് വേണം. പിന്നെ എവിടെ നിന്നും കോംപ്ലിക്കേഷൻസ് വരാൻ പറ്റുന്നൊരു സംഭവമാണ് ഇൻവേഷൻ. ബോഡിക്ക് നമ്മൾ ഇൻവേഡ് ചെയ്യണത് ഇഷ്ടമല്ല. ബോഡിയുടെ സ്വഭാവം അങ്ങനെ ഒരു സാധനം നമ്മൾ തുടരാൻ ഇഷ്ടമല്ല വേറെ ആൾക്കാർ. പിന്നെ മുറിക്കൽ, അതിൻ്റെ അകത്തൊരു സാധനം കൊണ്ടുവയ്ക്കൽ, തോണ്ടൽ മാന്തലൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതിനെയൊക്കെ ഒരു എക്സ്റ്റേണൽ അറ്റാക്ക് പോലെയാണ് ബോഡി കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അതിനെ നോക്കേണ്ടി വരും. ഇൻഫെക്ഷൻ വന്നുകൂടാകില്ല, വരും. ആർക്കെങ്കിലും ഒക്കെ വരും. നമ്മൾ എല്ലാം നോക്കിയാലും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെന്ത് ആഫ്റ്റർ ദ അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ഈ ചെയ്തിട്ട് 10 കൊല്ലം കഴിഞ്ഞവർ 20 കൊല്ലം കഴിഞ്ഞവരൊക്കെ കൂടിയില്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്. 20 കൊല്ലം കഴിഞ്ഞാലല്ലേ 20 കൊല്ലം കഴിഞ്ഞവർ വരുള്ളൂ. അങ്ങനെ വരുന്നവർക്കുള്ള കോംപ്ലിക്കേഷൻസ് കണ്ടുവരുമ്പോഴാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ അവർക്ക് വിഷമമുണ്ട്, അവർക്ക് ജീവിച്ചിരിക്കണമുണ്ട്, നടക്കാൻ പറ്റില്ല, പണ്ടത്തെ സ്ഥിതിയിലേക്ക് തിരിച്ചു വരും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിന്ത, സങ്കടമാണത് ഇവർ കാണാനായിട്ട്. 2 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്ത് 3 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക്, പറ്റാത്തവർക്കോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല. സർജറി അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. 1% മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലല്ല. ഇപ്പോൾ അബ്ഡോമിനൽ സർജറിയിലൊക്കെ അത് കൂടുതലുണ്ട് ശരിക്കും. വാൽവ് റീപ്ലേസ്മെൻ്റ് ഒക്കെ വേറെ, ഞാൻ പറഞ്ഞു ബൈപ്പാസ് സർജറി മാത്രമാണ്. അപ്പോൾ അത് ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒന്നുമില്ല കേരളത്തിലെങ്ങുമില്ല. എനിക്കറിയാവുന്ന ഒറ്റ സ്ഥലത്തും ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പം ഈ എന്താണ് ഓവർ ട്രീറ്റ് ചെയ്ത പല ടൈമിലായിട്ട് വന്നിട്ട് ഓരോരുത്തരും വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റ് കൂടുതൽ എടുത്തിട്ട് നോക്കിയപ്പോൾ ഇത് ഭയങ്കര ഇഫക്റ്റീവാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ ഈ കമ്പനിയെ കോൺടാക്ട് ചെയ്തു.
അവർ പറഞ്ഞു അവിടെ ആ ഹോസ്പിറ്റലുണ്ട്, ഈ ഹോസ്പിറ്റലിൻ്റെ വിളിച്ചോളൂ, കാലിഫോർണിയ, ന്യൂയോർക്ക് എല്ലായിടത്തുണ്ട്, വാഷിങ്ടണിലൊക്കെ. അപ്പോൾ ഇപ്പം ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര സൗകര്യമാണ്. അവർ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യുകയും ചെയ്യും. പറഞ്ഞു നമ്മുടെ ഇവിടെ നല്ല റിസൾട്ടാണ്, വേണേ വന്നോളൂ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. എന്ന് വെച്ചാൽ മുറിക്കാതെ ഇഞ്ചക്ഷൻ പോലും കൊടുക്കാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതെ, പേഷ്യൻസിന് സന്തോഷവും അവർക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉള്ള കോംപ്ലിക്കേഷൻസൊന്നും വരില്ല. ഡ്യൂറിങ് ഓപ്പറേഷനും വരാറൊന്നുമില്ല, പക്ഷെ വന്നാൽ വന്നില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറ്റാത്ത ആൾക്കാരെ മുഴുവൻ പിടിച്ചിട്ട് ട്രീറ്റ് ചെയ്യാലോ എന്നുള്ളത് വെച്ച് ഞാൻ മെഡിസിൻ വരുത്താണ്. കോസ്റ്റ്ലിയാണ്, അതൊക്കെ ഒരു വേറെ കഥ. മനസ്സിലായില്ലേ, എക്കണോമിക്കൽ സൈഡ്. എന്താണ് ഒന്ന് ഡോക്ടറിന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്കറിയാം ECP എന്താണെന്നുള്ളത്. ഒരു സാധാരണ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഇപ്പോഴും ECP അത്ര കണ്ട് എല്ലാവർക്കും ഇപ്പോഴും അറിയില്ല എന്താണ് ഈ ECP എന്നുള്ളത്. അത് പലപ്പോഴും നെറ്റിൽ സർഫ് ചെയ്യുമ്പോഴും ഇത് വളരെ ആൾക്കാർ ഒരു ഹോപ്പ്ലെസ് കേസ് ആകുമ്പോഴാണ് പലപ്പോഴും ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പേഷ്യൻസോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സോ അന്വേഷിക്കാറുള്ളത്. ഡോക്ടറിനെ നേരിട്ട് പറയും എന്താണ് ECP എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡ് എന്താണ്, എങ്ങനെയാണ് ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് കൈൻഡ് ഓഫ് പേഷ്യൻസിനൊക്കെ അത് ചെയ്യാം എന്നുള്ളതാണ്. ECP ഒരു ഷോർട്ട് ഫോമാണ്, എൻഹാൻസ്ഡ് എക്സ്റ്റേണൽ കൗണ്ടർ പൾസേഷൻ. എൻഹാൻസ്ഡ് എന്ന കമ്പനി ഉണ്ടാക്കിയിരിക്കണ ഒരു ലെറ്റർ എന്ന് വിചാരിച്ച ഒരു വേർഡ്, എൻഹാൻസ് ചെയ്യണം. എക്സ്റ്റേണൽ കൗണ്ടർ പൾസേഷൻ എന്ന് പറയുന്നതാണ് ആക്ച്വൽ ട്രീറ്റ്മെൻറ്റ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവേസീവ് അല്ല. ഇഞ്ചക്ഷൻ മറ്റേ കാത്തറ്ററൊക്കെ കയറ്റണമെങ്കിൽ അത് ഇൻവേസീവ് ആണ്. ഇത് ഇൻവേസീവ് അല്ല എന്ന്, നോൺ ഇൻവേസീവ് എന്നാണ് എക്സ്റ്റേണലിൻ്റെ ഉദ്ദേശം. പുറത്തുനിന്ന് ഈ BP കിട്ടുന്ന പോലത്തെ 3 കഫ്സ് കിട്ടും. ഒന്ന് മുട്ടിന് താഴെ, ഒന്ന് തായ്, ഒന്ന് ബട്ടക്സിന്. എന്നിട്ട് ECG കണക്ട് ചെയ്തിട്ട് ഹാർട്ട് അടിക്കുന്നതും നിറയുന്നതായിട്ടുള്ള സമയം കണ്ടുപിടിക്കും. ECG നോക്കുകയാണെങ്കിൽ ഇതാണ് 120/80 റഫലി. അടിച്ചു നിറഞ്ഞു അല്ലേ. അപ്പം അതാണ് സിസ്റ്റോളി, ഡയസ്റ്റോളി. 120, 80 അല്ലെങ്കിൽ 130, 90 വടവർ. അപ്പോൾ ആ 90ൻ്റെ സമയമില്ലേ ഡയസ്റ്റോളിക് ടൈം എന്ന് പറയുന്നത്, അടിക്കാത്ത സമയം റഫലി. ആ സമയത്ത് ഇത് കമ്പ്യൂട്ടർ കണക്റ്റഡ് ആണ്. ECG കണക്റ്റഡ് ആണ്. ബെഡും കമ്പ്യൂട്ടർ കണക്റ്റഡ് ആണ്. രണ്ടും കൂടിയതാണ് ഈ മെഷീൻ. ഹാർട്ട് അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോൾ തന്നെ ഇത് അടിയിൽ നിന്ന് മുകളിലേക്ക് സ്ക്വീസ് ചെയ്യും. അതായത് മുട്ടിന് താഴെയുള്ള ആദ്യം, അതും തൊടയുടെ ഉള്ളതും കൂടി. അപ്പോൾ ഇങ്ങനെ പിഴയണ പോലെയാവും. അരയ്ക്ക് താഴെയുള്ള ബ്ലഡ് മുഴുവൻ മുകളിലേക്ക് അങ്ങോട്ട് തള്ളുക. റഫലി ഒന്ന് താങ്ങി കൊടുക്കണ പോലെ. ഇത് പീച്ച് അത്ര അങ്ങനെ പെട്ടിത്തെറിച്ച് പോകുന്നില്ല. ഒക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ, അവിടെ പോയി പെട്ടുവോ എന്നൊക്കെ. നമ്മളിങ്ങനെ കാണിച്ചാൽ പെട്ടും തന്നെ നമ്മൾ പണ്ടേ പരിച്ചു പോയി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് റിസർച്ച് ചെയ്തേക്കണത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവരുടെ റിസർച്ചിൽ കണ്ടേക്കണത് ഈ ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴലല്ല, അതൊരു ഓർഗനാണ്. എല്ലാ ആർട്ടറീസിൻ്റെ അല്ല കുറേ, അതൊരു ഓർഗനാണത്. അതിന് ഭിത്തിയിലേക്കൊക്കെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. എൻഡോത്തീലിയം കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കുറേ ഹോർമോൺസ് ഉണ്ട്, നൈട്രിക് ഓക്സൈഡ് പ്രൊഡക്ഷൻ, അതൊക്കെ അവിടെ ലോക്കലി ചെയ്യുന്നുണ്ട്. എല്ലാം അവിടെ നിന്ന് ഇവിടുന്നല്ല. എന്നുവെച്ചാൽ അതാണ്, അത് സ്മൂത്തായിട്ടിരിക്കണം. അത് പമ്പ് ചെയ്യണത് മസിലുണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണം, അതിനെ റിലാക്സ് ചെയ്യണം. ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതൊരു സെപ്പറേറ്റ് ഓർഗൻ തന്നെയാണത്. അപ്പം അതിന് ഈ ഡയസ്റ്റോളിക് ഓഗ്മെൻറ്റേഷൻ എന്ന് പറയും. ഡയസ്റ്റോളിയിലാണല്ലോ നമ്മൾ തള്ളണത്. അത് ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര ഹാപ്പിയാണ് ഈ എൻഡോത്തീലിയം വെസൽസ്. അപ്പം അത് ഈ സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു കൂടുതൽ. ഈ സംഗതികളൊക്കെ ആൻജിയോജെനസിസ്, അതായത് പുതിയ കുഴലുകൾ മുളപ്പിക്കാനായിട്ട് ആവശ്യമുള്ള സാധനമാണ് ഒന്ന്. രണ്ടാമത്തത് ബ്രെയിനിൽ ഇൻഫർമേഷൻ കിട്ടും, അവിടെ ബ്ലോക്ക്, ഇവിടെ ബ്ലോക്ക്, മറ്റടുത്ത് ബ്ലോക്ക് എന്നൊക്കെ. നമ്മൾ പോയി മുട്ടുകയല്ലേ ഹാർട്ട് അടിക്കാത്ത സമയത്ത്. 2 പ്രാവശ്യം ആയില്ലേ ഇപ്പം. അങ്ങോട്ട് പോകുമ്പോഴും അറിയാം, ഇങ്ങോട്ട് വരും, തിരിച്ചു വരികയാണത്. അപ്പോൾ ബ്രെയിനിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ അങ്ങനത്തെ കുറേ സാധനങ്ങൾ റിലീസ് ചെയ്യും. അങ്ങനെയാണ് ഇത്. ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു 10-20 കൊല്ലം കൊണ്ട് ബ്ലോക്കുള്ള ആൾ മരിച്ചു പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. എന്ന് വെച്ചാൽ അയാൾക്ക് ഓൾറെഡി ഉണ്ടാക്കും, അത് ബോഡി ഉണ്ടാക്കുന്നുണ്ട്. അത് ഭയങ്കര സ്ലോ ആണ്. ഇപ്പോൾ ഒരു മുറിവ് വന്നാൽ അത് ഹീൽ ചെയ്യണത് ബോഡി തന്നെ. മരുന്നും ഡോക്ടർമാരൊന്നുമല്ല. ഡോക്ടറൊന്നും വേണ്ട. ചെറിയ മുറിവ് വെക്കുകയാണെങ്കിൽ അത് കഴുകി തുടച്ച് വെച്ചാൽ മതി. മരുന്നില്ല അത് കുടിച്ചേരാനായിട്ട്. നമ്മൾ വെള്ളം കുടിക്കണം, ഭക്ഷണം എന്തെങ്കിലും കഴിച്ചാൽ മതി കുറച്ച്. ബാക്കിയെല്ലാം നമ്മുടെ ബോഡി നോക്കിക്കോളൂ. അതൊക്കെ അത് ഭയങ്കര ഡീപ്പ് വൂണ്ടോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വേറെ ഒന്നും കയറാതിരിക്കാനാണ് നമ്മൾ ഈ മരുന്ന് തരുന്നത്. എന്നിട്ട് സ്റ്റിച്ചിട്ട് അടുത്ത് കൊണ്ട് കൊടുത്താൽ അത് ഹീലായിക്കോളും. എല്ലുകൾ ഒടിഞ്ഞാൽ അത് നേരെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കലേ ഉള്ളൂ നമ്മുടെ പടി.
ബാക്കിയൊക്കെ തനിയെ ബാക്കി തന്നെയാണ് ഇത് ബോഡിയാണ് ചെയ്യണത്. ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ഇരിക്കും കാല്, ഇങ്ങനെ വെച്ചാൽ നേരെ ഇരിക്കും. ഇത്രയുള്ളൂ നമ്മുടെ ഭാഗം. വേറെ ഇൻഫെക്ഷ്യസ് ഡിസീസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണുക്കളെ വീക്കാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളുണ്ട്, ആൻറ്റിബയോട്ടിക്സ് അങ്ങനെയൊക്കെ. അത് കഴിക്കുമ്പോൾ ബോഡി തന്നെയാണ് അതുങ്ങളെ അടിച്ച് ഓടിക്കുന്നത്. എന്നാലും ബോഡിയാണ് ചെയ്യണം മുഴുവൻ. ഫൈനൽ പരിപാടി ബോഡി തന്നെ ചെയ്യും. നമ്മളിപ്പോൾ ശരിക്കും ഈ ECP ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ മെഡിസിൻസ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഇവിടെ വരുന്ന പേഷ്യൻസിനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് മുഴുവൻ കഴിക്കാൻ പറയും ഞാൻ, കണ്ടിന്യൂ ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ BP മരുന്നുണ്ട്, ഷുഗറിന് വരുന്നുണ്ട്, ഡയബറ്റീസിന് വരുന്നുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസിങ് ഇല്ലാന്നോ എന്തെങ്കിലുമൊക്കെ അത് ഇത് ചെയ്യുമ്പോൾ അത് മാറാൻ തുടങ്ങുന്നതനുസരിച്ചിട്ട് കുറയ്ക്കുകയാണ് ചെയ്യാൻ. ഒറ്റയടിക്ക് നിർത്തല്ല, ഗ്രാജുവലി അത് നിർത്താൻ പറ്റും. എന്നുവെച്ചാൽ പാൻക്രിയാസിൻ്റെ സർക്കുലേഷൻ നന്നാവുമ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടും ബോഡിയിലത്തെ. അതില്ലാത്തതുകൊണ്ടാണ് അവർ ഡയബറ്റിക്. ആക്ച്വലി ഇതൊരു കാർഡിയാക്ക് മാത്രമല്ല, ഹാർട്ടിന് മാത്രമല്ല, ബാക്കി എല്ലാ ഓർഗൻസിനും കൂടിയും ഗുണകരമായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് വരാൻ ഗുഡ് സൈഡ് ഇഫക്ട്സ്. ഓക്കെ, മെഡിസിൻ കഴിക്കുന്നില്ല, മെഡിസിന്റെ സൈഡ് ഇഫക്റ്റ് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ബാഡ് സൈഡ് ഇഫക്ട്സ് ഇല്ല. അതായത് സ്കിന്ന്, മുഖം എല്ലായിടത്തും സർക്കുലേഷൻ നന്നാവുമ്പോൾ നമ്മളൊരു 10-20 കൊല്ലം ചെറുപ്പമായ പ്രതീതിയാണ്. അത് ഞാൻ എക്സാമ്പിളാണ്. ഞാനിവിടെ ആദ്യം വരുന്ന വയസ്സാവാത്ത ആള്, വളരെ വയസ്സാവാത്തത് കൊണ്ട് മാത്രമല്ല, ഒരു പക്ഷെ നമുക്ക് ഇവിടെ ലൈഫ് അവസ്ഥ കഴിഞ്ഞു. ഇതേപോലെ ഒരു സ്റ്റെൻഡ് ഇട്ട് ഞാൻ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യണം അതിൽ. കാരണം 2 സ്റ്റെൻഡ് ഇട്ടുണ്ട് വന്നു ഒരു 10 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നമ്മുടെ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. പക്ഷേ അപ്പോഴും ഡോക്ടറെ പേര് കേൾക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്തേക്കൂ ഇൻ്റർനെറ്റിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ECP നോക്കിയപ്പോൾ എന്തോ നമുക്കൊരു താല്പര്യം തോന്നി, പുതിയൊരു കാര്യമാണത്, അതിലെന്തെങ്കിലും കാര്യം. പിന്നെ ഡോക്ടറെ പോലത്തെ ഒരു സർജൻ ഇത് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഇത്തരമൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ബാക്കിലൊരു റിസൾട്ട് പക്കയായിരിക്കും തോന്നി. ദെൻ വരുന്നു, സംസാരിക്കുന്നു. ഞാൻ പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇവിടെ കിട്ടുന്നൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു തരുന്ന മെത്തേഡ്, ഒരു കാർഡിയാക് ഇഷ്യൂ കാര്യങ്ങൾ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നുന്ന ഒരു പ്രതീതി, ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഒരു കോൺഫിഡൻസ് തരുന്ന ഡോക്ടർ തരുന്നൊരു ധൈര്യമുണ്ട്, ഒരു മെൻ്റൽ സപ്പോർട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്. ഇവിടെ വരുന്ന പേഷ്യൻസ്, തിരിച്ചു വരുന്ന ആൾക്കാർ എല്ലാവരും ചിരിച്ചുകൊണ്ട് എത്ര കൊല്ലം കഴിഞ്ഞാലും ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വരുമ്പോഴേ തന്നെ ആൾക്കാർ ചിരിച്ചുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാരണം ആ ഒരു ഹാപ്പിനെസ് ലൈഫ് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു എന്താ പറയുക, ദൈവത്തിൻ്റെ കരസ്പർശം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവ് തന്നെയാണത്. ഞാനിത് പറയുന്നത്, ഞാനിവിടെ ഡോക്ടറെ പല പേഷ്യൻസായിട്ട് എന്നോട് വളരെ ഫ്രണ്ട്ലിയാണ്. കാരണം ഞാനിവിടെ ഒരു എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ പെരുമാറുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഡോക്ടറെ അടുത്ത് വന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ECP എന്നുള്ള ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഡോക്ടർ ഒരു അദൃശ്യ സ്നേഹം കൂടിയുണ്ട്. ദൃശ്യമായിട്ടുള്ള സ്നേഹം തന്നെ, അദൃശ്യ സ്നേഹം എന്ന് പറയാൻ പറ്റില്ല. ദൃശ്യമായിട്ട് തന്നെ ആ ഒരു സപ്പോർട്ടും കൂടിയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച്, ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് എന്താ പറയുക, ഒരു വല്ലാത്തൊരു മനോധൈര്യം തരികയും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഓൾ സ്റ്റാഫ് ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ആണെങ്കിലും എല്ലാം വളരെ വളരെ ഒരു ഡോക്ടർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ വളരെ എന്താ പറയുക, വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തോന്നിച്ചു. അത് തന്നെയാണ് ഡോക്ടർ വിജയം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവരോടും പെരുമാറുന്ന ഒരു മെത്തേഡ്, എല്ലാവരും ഡോക്ടർ ഒരേപോലെ തന്നെ കാണും. ഞാൻ അപൂർവം പേരിലുള്ള ഒരാളെ കണ്ട ഡോക്ടറെയാണ്. കാണുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, അതായത് എനിക്കെന്തുകൊണ്ട് അത്രയും കോൺഫിഡൻസ് കിട്ടിയത് ഇല്ലാത്തൊരു സംഭവം തുടങ്ങാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാർഡിയക് സർജറിയിൽ ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് തിയേറ്ററിൽ നിന്ന് ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റേബിൾ ആയാലേ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാർട്ട് വീക്കാണെങ്കിൽ, പമ്പിങ്ങും ഒക്കെ വീക്കാണെങ്കിൽ പറ്റിയെന്ന് വരില്ല. ഹാർട്ട് ലങ് മെഷീനിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ടി വരും മണിക്കൂറുകളോളം. അതാണ് രാത്രിയായി ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, എന്തായി എന്നറിയില്ല എന്നൊക്കെ ആൾക്കാർ പറയാനായിട്ടില്ല. അപ്പോൾ നമ്മൾ പരിതാപകരമായിട്ട് അവിടെ നിൽക്കുമായിരിക്കും, എന്തായിട്ടുണ്ടെന്ന് അറിയാണ്ട്. ഇതിന്ന് മാറ്റിയാൽ നിൽക്കും ഹാർട്ട്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനുണ്ട്, അത് ഇൻട്രാ അയോട്ടിക് ബലൂൺ കൗണ്ടർ പൾസേഷൻ എന്നാ പറയാൻ. അതിൻ്റെ പേരും കൗണ്ടർ അതിൻ്റെ അങ്ങനെയാണ് പറയേണ്ടത്. ഇന്ത്യയിൽ പറയുന്നത് IABP എന്നാണ്. ഞാൻ റഷ്യയിൽ പഠിച്ചിരുന്നപ്പോൾ കൗണ്ടർ പൾസേഷൻ തന്നെയാണ് അതിൻ്റെ പേര്. ഇൻട്രാ അയോട്ടിക് ആണ്. അത് കാലിലത്തെ ആർട്ടറി കൂടെ ഒരു ബലൂൺ കിടത്തും. എന്നിട്ട് അയോർട്ടയിൽ ഇങ്ങനെ ആണെങ്കിൽ, ഇത് ഹാർട്ട് അയോർട്ടയാണെങ്കിൽ അയോർട്ടയിൽ കൊണ്ടുവയ്ക്കണം ആ ബലൂൺ. ഇതിൽ കൂടെ പോയിട്ട് റീനൽ ആർട്ടറിയുടെ മുകളിലായിട്ട്
വെക്കണം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡാ. എന്നുവെച്ചാൽ റീനൽ ആർട്ടറിയുടെ മുകളിൽ കൊണ്ടെന്ന് വെച്ചാൽ അതിന് പ്രശ്നമാകും. ഓക്കെ. അറിയാവുന്നവർക്കേ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ബലൂൺ അതിൽ ഹീലിയം വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്യണത്. എന്ന് വെച്ചാൽ എയറാണെങ്കിൽ എയറേം പൊളിച്ചൊക്കെ വരും, ഹീലിയാണെങ്കിൽ ഇല്ലാണ്ടാവും പൊട്ടിയാൽ. അപ്പം അത് ഈ സെയിം ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഡയസ്റ്റോളിക് ടൈമിൽ തന്നെത്താനെ ഡയസ്റ്റോളിക് കണ്ടുപിടിക്കുമല്ലോ ECG-ന്ന്. ഇതിനെ അങ്ങോട്ട് വീർപ്പിക്കും. ഇപ്പോൾ ഇത് അയോർട്ട ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് വീർപ്പിക്കും. ഓക്കെ. അപ്പോൾ അത് ക്ലോസ്ഡ് ആയില്ലേ, ഹാർട്ട് അടിക്കാത്ത സമയത്ത്. ഇപ്പോൾ ഇവിടെയുള്ള ബ്ലഡ് മുകളിലേക്ക് പോകും, തിരിച്ച് ഹാർട്ടിലേക്ക് വരും. അപ്പോൾ ഡബിൾ ഹാർട്ടഡ് പേഴ്സൺ. അയോർട്ടിക് ഡയസ്റ്റോളിക് ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം അവിടെ നടക്കുന്നുണ്ട്. ആ മെഷീൻ ഉപയോഗിച്ചിരുന്ന 1-2 പേരിൽ ഒരാളാണ് ആദ്യം ആകെ ഇവിടെ ഉണ്ടായിരുന്നത് കേരളത്തിൽ അന്നത്തെ കാലത്ത്. അമൃതയിൽ നമ്മൾ പറയുന്ന എല്ലാ സാധനങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിപുലമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്ത് കരകയറാത്ത ആൾക്കാർ. അപ്പോൾ അത് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പറ്റും. ആ ഓഗ്മെൻറ്റേഷൻ സർക്കുലേഷൻ ഉള്ളത് കൊണ്ട് ഹാർട്ട് റെസ്റ്റ് കിട്ടും. ഹാർട്ടിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടോ, ഓപ്പറേഷൻ മുമ്പ് ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇൻട്രാ അയോർട്ടിക്, അയോർട്ടയുടെ അകത്ത് ഇൻട്രാ അയോർട്ടിക് ബലൂൺ കൗണ്ടർ പൾസേഷൻ എന്നാണ് ശരിക്കുള്ളത്. പക്ഷെ ഇവിടെ പറയണത് പമ്പ് എന്നാ പറയാ. IABP ഇട്ടു എന്ന് പറയും മലയാളത്തിൽ. ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് എന്നാണ് ഞാൻ പറയാ. ഇൻട്രായോട്ടിക് ബലൂൺ കൗണ്ടർ പൾസേഷൻ ആണത് പ്രോസസ്. ഇത് എക്സ്റ്റേണൽ കൗണ്ടർ പൾസേഷൻ, സെയിം സംഭവം. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ അകത്തേക്ക് ഇൻവേഷൻ ഇല്ല. രണ്ടാമത്തത് കിഡ്നിയിലും സർക്കുലേഷൻ കിട്ടും ഇത് വെക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഇത് കിഡ്നിയുടെ മുകളിലാണ്, കിഡ്നിയുടെ ആർട്ടറിയുടെ. ഈവൻ ദാറ്റ് വിൽ ഗെറ്റ്. അപ്പോൾ അവിടെ വല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെയും മുളപ്പിക്കും. ഈ മുളപ്പിക്കൽ പരിപാടി ബോഡിയിൽ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ മൾട്ടി ഓർഗൻ എന്താണ് അപ്രോച്ചാണ്. എല്ലായിടത്തും എവിടെ വേണമെങ്കിലും. അപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസിന്, ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ട്. ഈവൻ ഇൻസുലിൻ എടുക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. ചില ആളുകളുടെ സ്വന്തം അഭിപ്രായങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാൻ പേര് പറയണില്ല എന്നുള്ളൂ. 15 കൊല്ലമായിട്ട് ഇൻസുലിൻ എടുത്ത ഒരാളുടെ ഇതിലെന്താ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഡീറ്റെയിലിംഗ് എല്ലാം ഉണ്ട്. നമ്മുടെ ക്ലിനിക്കിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് അതൊക്കെ യൂട്യൂബിലുണ്ടാവും. ഓക്കെ. അല്ല, നമ്മൾ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തന്നെ പേരിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അവയർനെസ് ഉണ്ട് എന്താണ്. പക്ഷെ എല്ലാവർക്കും ഒരു ധൈര്യക്കുറവുണ്ട്. അത് വന്ന് സ്വന്തം വീട്ടിലൊരാൾക്ക് ഒരു അസുഖം വരുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത പല സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനതിൽ ഒരു എക്സാമ്പിൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ അതിന് ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞ് കിട്ടിയാൽ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് സർജറി മോശമാണെന്നോ ഒന്നുമല്ല. സർജറി വേണ്ടത് സർജറി തന്നെ ചെയ്യണം. അതല്ലാത്ത രീതിയിൽ നമുക്ക് ഒരുപക്ഷെ ഏജ്ഡായ ആൾക്കാരാണെങ്കിലും, ഡോക്ടർ എപ്പോഴും എന്നോട് പണ്ട് പറയാറുള്ള ഒരു തമാശയായിട്ട് പറയാറുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഏകദേശം 100% സക്സസ് ആണെങ്കിൽ എന്തുകൊണ്ട് ചെറുപ്പക്കാരായ ഹാർട്ടിൽ എന്തുകൊണ്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കണം. അപ്പോൾ അത് വളരെ കറക്റ്റാണ്. ചെറുപ്പം ഹാർട്ടിന് അത്രയും സ്ട്രെങ്ത് ബെറ്റർ ആയിരിക്കും, റിസൾട്ടും ബെറ്റർ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഞാനതിലൊരു അനുഭവിച്ച ഒരാളും കൂടി അതിൻ്റെ പേരിൽ ഞാൻ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടെ, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത്. ഏതൊരാൾക്കും വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, അപ്പോയിൻമെൻ്റ് എടുത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ അറിഞ്ഞിട്ട് മാത്രം. ഡോക്ടർ എപ്പോഴും അങ്ങനെ ചെയ്യാറുള്ളത്. ഡോക്ടറിൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ ഡോക്ടർ ഒരിക്കലും നിർബന്ധിച്ച് ചെയ്യാല്ല ചെയ്യുക. ഡോക്ടർ വന്ന് ഈ മെത്തേഡ് നോക്കാൻ പറയും. എത്ര ബന്ധുക്കാർ വന്നിട്ട് ഡോക്ടറെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് അവസാനം മെത്തേഡ് കണ്ടതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെത്തേഡ് കണ്ട ഒരാൾ പോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് എന്തായാലും ആ മിഷനും കൂടി ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും തോന്നും. ഡോക്ടർ ഇതോടൊപ്പം തന്നെ ECPയോടൊപ്പം തന്നെ ബാക്ക് പെയിൻ്റെ ഒരു എക്യുപ്മെൻറ്റും കൂടി ഡോക്ടറുടെ ട്രീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ് പറഞ്ഞ് നമുക്ക് എക്യുപ്മെൻറ്റ് കാണുമ്പോൾ കുറച്ചുകൂടി. സ്റ്റീമാവെൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കുന്നതാണ് ജർമ്മനിയിലത്തെ. അതും US FDA അപ്രൂവ്ഡ് മിഷനാണ്. അത് നടുവേദന, കഴുത്തുവേദന, കാലുവേദന എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഡീപ്പ് വേവ് സ്റ്റിമുലേഷൻ തെറാപ്പിക്ക് പകരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണ പോലെ വേവ്സ് വെച്ചിട്ടാണ് അത് ഓരോ റീജിയൺ വൈസ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും മെഷീൻ. ഓക്കെ. ഇന്ത്യയിലെ 7ാമത്തെയാണ് ഞാൻ മേടിച്ചത്. ഇന്ത്യയിൽ അന്ന് മേടിക്കുമ്പോൾ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടോ അറിയില്ല. കോസ്റ്റ്ലിയാണ്, 12 lakhs ഒക്കെയാണ് അതിൻ്റെ വില. പക്ഷെ അത് ഭയങ്കര ഞാനിത് മേടിച്ചതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സ് അവരൊക്കെ ഉണ്ട്, നടുവേദനയുള്ളവരൊക്കെ. അവർക്കൊരു അപ്പോൾ അവരിവിടെ വന്ന് 1 മണിക്കൂർ ഇരിക്കണുണ്ട്, നടുവേദന എന്തായതിൻ്റെ. അപ്പം ഞാൻ വല്ല
ആയുർവേദ ഹോസ്പിറ്റലൊക്കെ പറഞ്ഞു കൊടുക്കാറാണ് അത്. ഇവരോടൊക്കെ എന്തായാലും കൂടെ വരുന്നവരോട് ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ അരമണിക്കൂറുള്ളൂ അതും ചെയ്യാം. അപ്പോൾ ടൈം സേവ് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയിൽ ഞാൻ അഡ്വർടൈസ് ചെയ്യാറില്ല. ഇല്ല, ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്. ചെയ്യാറില്ല. തീർച്ചയായിട്ടും ആരോടും അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ്. നമ്മുടെ നടൻ ശ്രീനിവാസനില്ലേ, അദ്ദേഹം ഇവിടെ വന്ന് ചെയ്തിട്ടാണ് കുറേയൊക്കെ ബെറ്റർ ആയത്. അതെ, എനിക്കറിയാം. അത് മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ ആർട്ടിക്കിളായിരുന്നു. അതൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് കിട്ടും, വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞു. എന്നെ അടക്കം എന്നെ ഈ ട്രീറ്റ്മെന്റിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പോയി ചെയ്യേ എന്ന് പറഞ്ഞു, പോയി എന്നിട്ട് നോക്കാൻ പറഞ്ഞു. ജസ്റ്റ് അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ വന്നു. ശ്രീനേട്ടനുള്ള വിശ്വാസം, പിന്നെ ഡോക്ടറായിട്ടുള്ള വിശ്വാസമായി. ആ വിശ്വാസമാണ് ഞാൻ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണത്. ഞാൻ മിഷൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് മിഷൻ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്കിപ്പോൾ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ചേട്ടാ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഫീൽ? എന്തെങ്കിലും ഡിസ്കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സുഖമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എത്ര നാളായി തുടങ്ങിയിട്ട്? ഇപ്പോൾ 35 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ. ഇപ്പം എങ്ങനെ ഈ വന്നതിനെക്കാട്ടും ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ചേട്ടന് തോന്നുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്താണ്? നല്ല ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ബെറ്ററാണ്. എന്തായിരുന്നു സിംറ്റം? എന്തായിരുന്നു? ബൈപ്പാസ് ചെയ്യാനാണ് പറഞ്ഞത്. ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ബൈപ്പാസിന് പകരമായിട്ട് ഇത് ചെയ്യും. ഇതുവരെ ചെയ്തതിൽ ഇപ്പോൾ ഈ 35 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട്. നല്ല